വരാനുണ്ടായ കാരണം എന്താ? അതെന്താ, ഞങ്ങൾ കുറെ ആലോചിച്ച അപ്പൊ ചുമ്മാ ഒരു പേരിട്ടതാണ്. പക്ഷെ അതിപ്പോ ഒരു ബ്രാൻഡായി. എനിക്ക് ഞാനത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറെ എൻ്റെ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഇനി പറഞ്ഞ തയ്ക്കാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓണത്തിന്റെ സമയത്ത് ഭയങ്കര റെസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് സത്യമാണോ? ഓണത്തിന് കുറെ ഉണ്ടായിരുന്നു. ഇവിടെ ഏതാ പഠിക്കുന്നേ? ഞാൻ പഠിത്തം കഴിഞ്ഞു, സോഷ്യൽ വർക്കായിരുന്നു. അപ്പം ഇത് തയ്യല് എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ആയിട്ട് തന്നെ കാണുന്ന? ഇപ്പൊ തൽക്കാലം അങ്ങനെ ഉള്ളു. അപ്പം ഇനി മുന്നോട്ട് ഇതൊരു വലിയ അതൊക്കെ ആവണല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്നാണോ അതോ മുന്നോട്ട് നോക്കുന്നുണ്ടോ? ഉറപ്പില്ല, കാരണം അത് കഴിയുമ്പോ അങ്ങനത്തെ അവസ്ഥയല്ലേ ഇവൻ എങ്കിലും എന്താ പറയാ, ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം പിള്ളേരാരും നാട്ടിൽ നിന്ന് ഇങ്ങനെ ടൈലറിങ് പഠിച്ചിട്ട് ഇവിടെ വന്ന് എന്താ പറയാ ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കുറച്ച് പോക്കറ്റ് മണിയെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ലേ. അപ്പൊ സ്വന്തം ഡ്രസ്സൊക്കെ ഇവൻ തയ്ച്ച് തന്നെയാണ് ഇടുന്നത്? അതിന് കൊറേയൊക്കെ തയ്ക്കും, പിന്നെ സമയം ഇല്ലാത്തപ്പോ ചിലപ്പോ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ, ഈ തയ്ക്കാൻ വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് നമുക്കറിയാം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് തുണികൾ, അപ്പം ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. തുണി ഇപ്പം ഈ എന്താ പറയുക ലൈനിങ് തുണി, അങ്ങനെ അതെല്ലാം നമുക്ക് നൂല് ഇതെല്ലാം പോയി സെലക്ട് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഇവരെങ്ങനെയാണ്, ഇതെല്ലാം ആയിട്ടാണ് തരുന്നത്? ഒരു ക്ലോത്ത് തന്നിട്ട് ഹാൻഡ് തന്നെ പോയി ഇതെല്ലാം എടുക്കുവാണോ? കൂടുതലും തരില്ല, അവർ പറയുമായിരിക്കും. കാരണം ഇവിടെ ഉള്ളൊരു പല പല സ്ഥലത്തായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് ഇവിടെ ഉള്ള കട പോലും അറിയത്തില്ല. അപ്പം ഞാൻ മിക്കവാറും ഞങ്ങൾ ചേച്ചിയുണ്ട്, അപ്പൊ ചേച്ചി ഞാനും കൂടെ പോയിട്ട് അങ്ങനെ. അപ്പം ഈ തയ്യൽ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത, അതായത് ആരെങ്കിലൊക്കെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വിളിച്ചിട്ട് പറയുമല്ലോ എന്നെ നന്നായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായി ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഏതായിരുന്നു? ദിവ്യ എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചീനെ കുറെ എക്സ്പെരിമെന്റ് ചെയ്യിക്കും. അപ്പൊ കുറെ പാറ്റേണൊക്കെ ചേച്ചിയാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നല്ലേ? ഓക്കെ. അപ്പൊ കുറെ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു അപ്പൊ കുറെ പഠിക്കാനും പറ്റി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവരെല്ലാം നമുക്ക് തോന്നുന്നു അളവെല്ലാം ഇവിടെ വന്നിട്ടൊന്നും ആരും എടുക്കില്ല, അവരുടെ ഒരു ഏകദേശം ഒരു മെഷർമെന്റ് ഒക്കെ തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടെൻഷൻ തോന്നിയിട്ടുണ്ടോ? കാരണം കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പൊ എനിക്ക് പേടി, ഇത് ഫിറ്റ് ആയിരിക്കും, അവരിങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പൊ ഓൾട്ടർ ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല, അങ്ങനെ ഒരു ടെൻഷൻ. അങ്ങനെ ആരെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും മലയാളികളല്ലേ പറയാതിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പിന്നെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ദിവ്യ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും ഇതുപോലെ തന്നെ? ചേച്ചിയാണല്ലേ. ഇപ്പം ഈ ബോയ്സിന്റെ ഷർട്ടൊക്കെ തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് പാടില്ല കേട്ടോ, അതൊരു എന്താ പറയാ ജെൻഡർ ഇക്വാലിറ്റി അല്ല. ഞങ്ങളുടെയൊക്കെ ഷർട്ടൊക്കെ തയ്ച്ചു തരണം. ഇനി എന്താണ് ഇപ്പം ഈ പറയുന്ന പോലെ ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സാണ് കൂടുതലും തയ്ക്കുന്നതൊക്കെ? ഞാൻ ചുരിദാർ തയ്ക്കും, ഫ്രോക്ക് തയ്ക്കും, ബ്ലൗസ് തയ്ക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാം തയ്ക്കും. പ്രായം ചെന്ന് ആന്റിമാരുടെയൊക്കെ ഡ്രസ്സ് തയ്ക്കുമ്പോഴാണോ ടെൻഷൻ? അതോ ഈ പറയുന്ന പോലെ നമ്മളെ പോലെ ചെറുപ്പക്കാർ, നമ്മളെ പോലെ അല്ല, നിങ്ങളെ